ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ജസ്റ്റ് മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. നമ്മൾ മ്യൂസിയത്തിലേക്ക് പോയിട്ടുണ്ട്, പക്ഷെ അവിടുത്തെ സൂവിൽ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ച് സൂവിലൊന്ന് പോവാ എന്ന്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അവിടെ ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ എനിക്കൊരു പോകാനൊരാഗ്രഹം, അപ്പോൾ പോവാന്ന് വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ. റോസ് വാങ്ങിയിട്ടുണ്ട്, ഇതാ വൈറ്റ് കളർ റോസാണ്. അടിപൊളി ഇട്ടാ ഗൈസ്, നിറയെ പൂവുണ്ടാവും. ഇത് നോക്ക്, 3 പൂ ഇപ്പം തന്നെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് പോയിട്ട് വരാം. ബൈ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ദയ കൂടെ ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾക്കിന്ന് ഡ്യൂട്ടി ഉണ്ട്. നമുക്ക് നോഫാണ്, ഓൾക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇന്നത്തേലും ആളില്ല. നമുക്കാണെങ്കിൽ ഒരു ദിവസം ഒഴിവ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. എന്നും ഒഴിവൊന്നും നമുക്ക് ഉണ്ടാവൂല. അപ്പോ ഞമ്മക്കിപ്പോ ഒരാളില്ല വെച്ചിട്ട് നമുക്ക് പോവാണ്ടിരിക്കാൻ പറ്റൂല. കാരണം ഞമ്മക്ക് വീട്ടിൽ ഇരിക്കണ ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും പോവാന്ന് വിചാരിച്ച്. പിന്നെ നമുക്ക് അടുത്തുള്ള സ്ഥലം ഇതായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് തന്നെ പോവാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. അത്രേ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നടക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് ബസ് കയറും, നേരെ അവിടെ പോയി ഇറങ്ങും, എന്നിട്ട് കാണും. അത്രയേ ഉള്ളൂ. ഇവിടെ കണ്ടിട്ടുണ്ട് ഓൾറെഡി, ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. ഭയങ്കര വെയിൽ, അപ്പോൾ നല്ല ട്രാഫിക് ഉണ്ട്. ബസ് വെയിറ്റ് ചെയ്തിട്ട് പോകാനൊന്നും നമുക്ക് പറ്റൂല. അപ്പോൾ നമ്മൾ നല്ല ട്രാഫിക്കുകൾ കാണിച്ചു. നല്ല ട്രാഫിക് ഉണ്ട്. എപ്പോഴാണ് എത്താന്ന് പോലെ നമുക്ക് അറിയാൻ പറ്റില്ല. എന്തോ ഒരു മാരേജ് ഉണ്ട് അവിടെ. നോക്ക്, ആ സംഭവത്തിലേക്ക് അവിടെ ഒരു കാക്കക്കൂട് നോക്ക്. അവിടെ ഒരു കാക്കക്കൂട് നോക്കുക. ആ സിഗ്നലിലൊരു കാക്കക്കൂട് വെച്ചിട്ട് നമ്മൾ തൊട്ടപ്പുറത്തെ ട്രാഫിക്കിൽ നിർത്തിയിരുന്നതാണ്. ഓട്ടോ ചെറിയൊരു കുട്ടി അടിപൊളി നോക്കിയിരിക്കണം. വീട്ടിൽ കൊടുക്കണ കണ്ടപ്പോൾ നോക്കിയിരിക്കണേ. ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് സിനിമക്ക് പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സിനിമക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്തായാലും പോകണം. സൂലെത്തിയിട്ടില്ല, മ്യൂസിയത്തിനകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ സൂല് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അങ്ങോട്ട് പോവാം. കാണിച്ചു തരാന്ന് വിചാരിച്ച. അവിടെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നു? നമുക്ക് ട്രിവാൻഡ്രം എഴുതിയിട്ടുള്ളത് ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കണ്ടില്ലേ, ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ചുകൂടെ കട്ട് ചെയ്ത് നല്ല രീതിയിൽ അടിപൊളി. എന്താണ് ഇപ്പം നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ കയറി വരുമ്പോൾ കാണാം. അതാ കണ്ടില്ലേ, സൂ. നാച്ചുറൽ ഹിസ്റ്ററിക് മ്യൂസിയം. ഇത് അക്വേറിയമാണ്. ഇവിടെ മീന് അതിനെ പറ്റി അല്ല ഈ ബോർഡ് കാണിച്ചിട്ട് നല്ല രസമുണ്ട്. ആ ബോർഡ് കാണാം അല്ലേ. പിന്നെ അതുപോലെ അവിടെ നാച്ചുറൽ ഹിസ്റ്റോറിക്കൽ മ്യൂസിയമാണ്. ഇവിടെയൊക്കെ കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ സ്പേസാണ് ഈ സൈഡ്. ഇവിടെയാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. കണ്ടില്ലേ, കളിക്കാൻ പറ്റിയ പാർക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ബുക്ക് വാങ്ങി വായിച്ചിട്ടൊക്കെ നമുക്കൊരു റിലാക്സേഷൻ ചെയ്യാൻ പറ്റിയൊരു. ഇവിടെ ഒരു ബസ്സിലാണ്
ബസ്സിലാണ് ഇവര് ലൈബ്രറി സെറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത്ര അടിപൊളി രക്ഷയില്ല. ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പം നമുക്ക് ഇനി എന്തായാലും സൂവിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നു ഉറപ്പായി. നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് കയറണം. എത്തിയിരിക്കുന്നു, ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കൊരു അബദ്ധം പറ്റി, കാരണം നമുക്ക് അറിയില്ലായിരുന്നു തിങ്കളാഴ്ച ദിവസം ഇവിടെ ഓപ്പൺ അല്ല. ഞങ്ങൾ ഇവിടെ തിങ്കളാഴ്ച അവധിയാന്നാ ഇവിടെ പറയുന്നത്. നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ക്ലോസ് ചെയ്തിട്ടിരിക്കണ കണക്കിന് കുഴപ്പമില്ല. നമുക്കിവിടെ ഏതാണ് കോട്ടക്കുന്ന്, നമുക്ക് ഇനി അടുത്ത് കനകക്കുന്ന്. കനകക്കുന്ന് അവിടേക്ക് ഇനി പോവാം. ഇപ്പം എന്തായാലും വന്ന സ്ഥിതിക്ക് അവിടെയാണ് കാണാം. കുഴപ്പമില്ല, സങ്കടമില്ല. പിന്നെ ഒരു ദിവസം വരാം എന്ന് വിചാരിച്ചു. അപ്പോൾ പോവാം അവിടേക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാനുള്ളൂ. ഇവിടെ എന്ത് കുന്നാണ്? കനകക്കുന്ന്. കനകക്കുന്നാണ്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. കനകക്കുന്ന് കണ്ടില്ലേ, നല്ല രസമുണ്ട്. കുഴപ്പമില്ല. ഞങ്ങള് ഇവിടെ ഒരു സ്ഥലം കിട്ടി, അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുക. നമുക്ക് നല്ല വെയിലുണ്ട്. ഈ നേരപ്പോൾ ടൈം 1:30 സംതിങ് ആയിട്ടുള്ള നല്ല ചൂടും ഉണ്ട്. അപ്പോൾ തണല് എന്താ അപ്പോൾ നമ്മളിതാ നല്ല ക്ഷീണമുണ്ട്, കാരണം നല്ല വെയിലുള്ളതുകൊണ്ട് നമുക്ക്. പിന്നെ അത് മാത്രം നമ്മൾ സൂവിൽ പോയിട്ട് മടങ്ങി വരും ചെയ്ത്, അതൊക്കെ ഒരു പ്രശ്നമായതുകൊണ്ട് ചെറുതായിട്ടൊരു ചെറിയ വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ ഇതധികം ഇതാവൂല, കാരണം നമ്മൾ ആകെ ഇല്ലാണ്ടായിപ്പോയി. എന്താ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാം, എന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് തിരിച്ചു പോവാം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. ഇപ്പോൾ ഉള്ളൊരു പ്ലാൻ ഇതാണ്, ഫുഡ് കഴിക്കുക, നമുക്ക് പോവാ എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും പ്ലാൻ മാറുകയാണെങ്കിൽ അപ്പം എന്തായാലും വീഡിയോ ഇട്ട് വരും ഞങ്ങൾ. കഴിക്കാം നമുക്ക്. ബ്ലസ്സി കയ്യെടുക്കണം. നോക്ക്, അവിടെ നോക്കൊരു മൈന, അവിടെ നോക്കൊരു കുക്ക്. അവിടെ പണി നടക്കുന്നുണ്ട് ഗൈസ്. ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ചപ്പാത്തിയും ഉരുളൻകിഴങ്ങ് കറിയാണ്. നല്ല മണം. ഓക്കെ, ചപ്പാത്തി ഉരുളൻകിഴങ്ങ് കറി. ചപ്പാത്തി നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല ലാസ്റ്റ് സീരിയസ്ലി അടിപൊളിയാണ്. നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്നതാണ് ഗൈസ്, പക്ഷെ അടിപൊളിയാണ്. പറയാനുള്ള നമ്മൾ സബ്സ്ക്രൈബേഴ്സിലേക്ക് നമുക്കിപ്പോൾ ഒന്നും പറയാനില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്നു. നല്ല ചൂടുണ്ട്, നമുക്ക് വെയില് നല്ല ചൂടുണ്ട്. നല്ല ചൂട് ഒട്ടും പറ്റുന്നില്ല. പക്ഷെ ഇവിടുത്തെ ബാഗ് കണ്ടൊക്കെ അടിപൊളി. ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. പ്രത്യേകിച്ച് പ്ലാനൊന്നും വേറെ ഉണ്ടാക്കിയില്ല. നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞങ്ങൾ എന്തായാലും അടിപൊളി വീഡിയോ ആയിട്ട് തന്നെ വരും. ഇപ്പം നമുക്ക് കുറച്ച് പ്രശ്നം കൊണ്ട് നമ്മൾ ഇത്ര വീഡിയോ ഷോർട്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.